കേന്ദ്ര സഹായത്തോടെ വികസന വഴിയിൽ അതിവേഗം കുതിക്കുകയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. നാളെ മുതൽ 3 ദിവസങ്ങളിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ് സന്ദർശിക്കാൻ എത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാളെ അദ്ദേഹം മിസോറാം, മണിപ്പൂർ, അസം സംസ്ഥാനങ്ങളിൽ എത്തുന്നുണ്ട്. എന്തായാലും ഈ 5 സംസ്ഥാനങ്ങളിലായി 71,850 കോടിയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കമിടുക. ആദ്യ സന്ദർശനം മിസോറാമിൽ. അവിടെ 9,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപന കർമ്മം മോദി നിർവഹിക്കും. അവിടെ നിന്ന് മണിപ്പൂരിലേക്ക് അദ്ദേഹം എത്തും. വിശദാംശങ്ങൾ ആരായാം. ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകും. നന്ദൻ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള വികസനങ്ങൾ എത്തിക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിജ്ഞാബദ്ധമായ പരിപാടികളിലൊന്നായിരുന്നു. ആ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നത്. അതായത് പ്രധാനമായും മിസോറാം, അതേപോലെ തന്നെ മണിപ്പൂർ, അസം എന്നീ സംസ്ഥാനങ്ങളാണ് പ്രധാനമന്ത്രി നാളെ സന്ദർശിക്കുക. 3 ദിവസങ്ങളിലായി 5 സംസ്ഥാനങ്ങൾ സന്ദർശിക്കാനാണ് പ്രധാനമന്ത്രി നിശ്ചയിച്ചിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലായി ഏതാണ്ട് 71,850 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം മണിപ്പൂർ സന്ദർശനം തന്നെയാണ്. ഈ മണിപ്പൂരിൽ നമുക്കറിയാം കുക്കി മേദി ഒരു വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നിലനിന്നിരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിലവിൽ സംഘർഷങ്ങൾക്ക് അല്പം അയവ് വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇത്തരമൊരു സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഈ മണിപ്പൂരിൽ കുക്കി മേത്തി ഇരുവിഭാഗങ്ങൾക്കും മേൽക്കൈയുള്ള മേഖലകളിൽ നിരവധി വികസന പദ്ധതികളാണ് നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇതിൽ മണിപ്പൂരിൽ മാത്രം ഏതാണ്ട് 9,000 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിക്കുക. ഇതിൽ ചിരാചന്ദ്പൂർ, അത് കുക്കികൾക്ക് മേൽക്കൈയുള്ള മേഖലയാണ്. അവിടെ ഏതാണ്ട് 7,300 കോടി രൂപയുടെ പദ്ധതികളാണ് നാളെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നതും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും. ഒപ്പം തന്നെ 1,200 കോടി രൂപയുടെ പദ്ധതികൾ മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിൽ ഉദ്ഘാടനം ചെയ്യും. അവിടെ മേത്തി വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള സ്ഥലമാണ് ഈ ഇംഫാൽ എന്നുള്ളത്. മാത്രമല്ല ഇവിടങ്ങളിൽ ഇരു വിഭാഗങ്ങളുടെയും നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഇരു വിഭാഗങ്ങളും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം, മണിപ്പൂരിലേക്കുള്ള സന്ദർശനം കുക്കി മേത്തി വിഭാഗങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അതേസമയം തന്നെ ചില ദേശവിരുദ്ധ ശക്തികൾ, അതായത് ചില നിരോധിത സംഘടനകൾ മണിപ്പൂരിൽ ഹർത്താലിനും ബന്ദിനുമൊക്കെ തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വലിയ സുരക്ഷയാണ് മണിപ്പൂരിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മണിപ്പൂരിലെ സംഘർഷങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ പാരാമിലിറ്ററി ഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ തന്നെ വിന്യസിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് മണിപ്പൂരിൽ അവിടെ ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നിലനിന്നിരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സംഘർഷങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പരമാവധി നടപടികളുണ്ടായിരുന്നു. എന്നാൽ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം, അതിനെ മതപരമായ സംഘർഷം എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെ, ക്രിസ്തീയ സമൂഹത്തിനെതിരെയുള്ള സംഘർഷം എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യെസ്.